നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതാണ്. അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു, അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് 32 വയസ്സുള്ള ഒരു ആൾക്ക് ഈ വൃഷണങ്ങളിൽ ടെസ്റ്റിസിൽ ഇടത്തുവശത്തും വലത്തുവശത്തും മാറി മാറി വേദന വരുന്നു. വേദന ഭയങ്കര കഠിനമായ വേദനയാണ്. പക്ഷേ ചിലപ്പോൾ സെക്കൻഡ്സ് മാത്രമേ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേദന അങ്ങ് മാറും. പിന്നെ എല്ലാം നോക്കുമ്പോൾ നോർമലായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിന് മറ്റൊരു കാരണവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതിന് പറയുന്ന ഒരു ഡയഗ്നോസാണ് ഓർക്കാൽജിയ. ഓർക്കാൽജിയ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിനകത്തുള്ള വേദനയാണ്. ചിലപ്പോൾ പറയുന്ന പോലെ മറ്റു കാരണങ്ങളൊന്നും നമുക്ക് നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഒന്ന്, ചിലപ്പോൾ സാധാരണ ഉണ്ടാകുന്ന വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും, എപ്പിഡെർമൽ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും, ടെസ്റ്റിസിൽ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും, പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിസിൽ വേദന വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കിഡ്നിയിലോ വല്ലതും ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ റേഡിയേഷൻ പെയിനായിട്ട് വരാം. ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓർക്കാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഓർക്കാൽജിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ആ സ്ഥലങ്ങളിൽ ഒരു കാരണവും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ റേഡിയേഷൻ പെയിൻ ആണോ എന്ന് നോക്കണം. ചിലപ്പോൾ ഈ നെർവിൽ കൂടെ കണ്ടക്ട് ചെയ്ത് വരുന്ന, ഇപ്പോൾ കിഡ്നി സ്റ്റോണിന് വരാം, യൂറിട്രിക് സ്റ്റോണിന് വരാം. ഇതെല്ലാം ടെസ്റ്റിസിലുള്ള ചിലപ്പോൾ പെയിനായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ചിലപ്പോൾ ഇതൊരു ചെറിയ സ്റ്റോൺ കിഡ്നിയിൽ ഉണ്ടായിരുന്നതായിരിക്കാം. അത് നമുക്ക് മറ്റ് സിംറ്റംസോ യൂറിനകത്ത് സിംറ്റംസോ ഒന്നും കാണണമെന്നില്ല. ഈ ഓർക്കാൽജിയ എന്ന് പറയുന്ന ഈ ഒരു രോഗലക്ഷണം ഇത് നമ്മൾ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്യണം. എല്ലാ ടെസ്റ്റുകളും ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മറ്റൊരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാരണം ഇല്ല എന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ചുരുക്കമായിട്ട് നമ്മൾ ഈ ടോർഷൻ, ഈ സബ് ക്ലിനിക്കൽ ടോർഷൻ എന്ന് പറയും. അതായത് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ വേദനയും കാണത്തില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ചിലപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ വരുമ്പം പെട്ടെന്ന് ഈ ടെസ്റ്റിസ് ഒന്ന് തിരിയുമ്പോഴത്തേക്ക് എന്നെ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് രക്തോട്ടം കുറയും, ഞരമ്പൊക്കെ ഒന്ന് പ്രസ്സാകും, പെട്ടെന്നൊരു വേദന വരും. ഒന്നും നമ്മൾ കൈകൊണ്ടൊന്ന് തൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതങ്ങ് തിരിച്ച് പഴയ സ്റ്റേജിൽ പോകും, പെയിനും മാറും. ഇത് സബ് ക്ലിനിക്കലായിട്ട് കാണുന്നതാണ്. എപ്പോഴും നമുക്കിത് ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇത് കാണണമെന്നില്ല. ആ സമയങ്ങളിൽ ഒന്ന് ജസ്റ്റ് തിരിയും, ചെറിയ വേദന വരും, അതേപോലെ തന്നെ വേദന മാറുകയും ചെയ്യും, മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറും. ഇത് ചിലപ്പോൾ ഒരു സബ് ക്ലിനിക്കൽ ടോർഷനാകും. പ്രത്യേകിച്ചും ചെറിയ യങ്സ്റ്റേഴ്സ്, കല്യാണമൊന്നും കഴിക്കാതെ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ളത് നമ്മൾ അത് കുറച്ച് സമയം ഒക്കെ എടുത്ത് പേഷ്യൻറ്റിനോട് പറഞ്ഞ് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പെയിൻ വരുമ്പോൾ നോക്കി, ആ പെയിൻ വരുന്ന സമയത്ത് പറ്റുന്നെങ്കിൽ ഒരു ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചത് സബ് ക്ലിനിക്കൽ ടോർഷനാണെന്ന് കണ്ടാൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ കംപ്ലീറ്റ് അസുഖം മാറും. അതുകൊണ്ട് ഓർക്കാൽജിയ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. എന്തെങ്കിലും ഒരു കാരണമെന്നുള്ള ഉണ്ടോയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോണിൻ്റെ ആകാം, മറ്റെന്തെങ്കിലും കാരണമാകാം. കണ്ടുപിടിച്ച് അത് മാറ്റി കഴിയുമ്പോൾ ഓർക്കാൽജിയ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും.